അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്നും സാധാരണക്കാർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ, അവരെ ആശയക്കുഴപ്പത്തിലാക്കാൻ എന്നും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിദ്അത്തുകൾ ചൂണ്ടിക്കാട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല, ഖുർആനിൽ അതിൻ്റെ കൽപ്പനയില്ല, സ്വഹാബികൾ ആരും അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ ഗുണകാംക്ഷയോടുകൂടി പറയുമ്പോൾ അവർ തിരിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ അവരുണ്ടാക്കി വിടുന്ന ചില ആശയക്കുഴപ്പങ്ങളാണ്. എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ അല്ലേ, ചില ആളുകൾ നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്നില്ലേ, നിങ്ങൾക്ക് അതുണ്ട്, അപ്പോൾ ഇതുണ്ട്, അപ്പോൾ ഇതൊക്കെ ബിദ്അത്തല്ലേ? അല്ലെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ മുസ്ഹഫ് ഉപയോഗിക്കുന്നുണ്ട്, ഇന്ന് മദ്രസയിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ഹഫ് ഉണ്ടായിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ പോലെ കെട്ടിടങ്ങളും മദ്രസകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ രൂപത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സഹോദരങ്ങൾ, ഇതിൻ്റെയൊക്കെ ഹുക്കും എന്താണ്? പണ്ഡിതന്മാരൊക്കെ ഏകകണ്ഠേന അഭിപ്രായ വ്യത്യാസമില്ലാതെ ഈ വിഷയങ്ങളിലൊക്കെ നിലപാടുണ്ട്. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല. ഇതിനെ മസാലിഹുൽ മുർസല എന്നാണ് പണ്ഡിതന്മാർ ഇതിനൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്? മഹാന്മാരായ ഇമാം ഷാത്തിബി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ അവർ മുവാഫഖാത്തിലും മറ്റുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണത്. പിൽക്കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കൃത്യമായി ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണിത്. ഞാൻ ഷാത്തിബി റഹിമഹുള്ളയെ പ്രത്യേകം എടുത്തു പറഞ്ഞത് അങ്ങനെയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതിനൊരു തൗഫീഖ് കിട്ടട്ടെ എന്ന ഉദ്ദേശത്തിലാണ്. വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മുവാഫഖാത്തിലൊക്കെ നമുക്ക് പ്രസ്താവിച്ച കാര്യത്തിൻ്റെ ചുരുക്കം ഇതാണ് സഹോദരങ്ങൾ. ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മുക്തള, അത് ചെയ്യാനുള്ളൊരു അനിവാര്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ട്. അത് ചെയ്യാതിരിക്കാൻ യാതൊരു തടസ്സവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. അത് ചെയ്യാൻ പറ്റാത്തതായ ഒരു തടസ്സവും അവിടെ ഇല്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണ സഹിതം സഹോദരങ്ങളെ വളരെ കൃത്യമായി ശരിക്കും ശ്രദ്ധിക്കുക, മനസ്സിലാക്കാൻ പറ്റും. ഇതെന്നേക്കും എല്ലാ കാലഘട്ടത്തിലും ഒരു ബിദ്അത്തുമായി വരുമ്പോൾ നമുക്ക് നല്ലൊരു ആയുധമായി വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നബിദിനം എന്തുകൊണ്ട് മുസ്ഹഫ് ആയി ക്രോഡീകരിച്ചതുപോലെയല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുതരാം. നബിദിനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവൊക്കെ കാണിക്കലല്ലേ? ഇതല്ലേ ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ആദരവും ഒക്കെ എല്ലാ കാലത്തും വേണ്ടതല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടോ? സഹാബികൾ അത് ചെയ്തിട്ടുണ്ടോ? അഥവാ അങ്ങനെ ഒരു അനിവാര്യത ഉണ്ടായിട്ടും ഇതൊക്കെ വേണ്ട കാര്യം തന്നെയാണ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയോ ചെയ്യാൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നബിദിനം പാടില്ല എന്ന് പറയുന്നത്. എന്നാൽ മുസ്ഹഫിൻ്റെ കാര്യം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുതരാം. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യം, ജമൽ മുസ്ഹഫ് ക്രോഡീകരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവർക്ക് അതിൻ്റേതായ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. കാരണം സഹാബികളെല്ലാം തന്നെ ഇറങ്ങുന്ന ഖുർആനുകൾ അത് ഹിഫ്ലാക്കുന്ന ആളുകളാണ്. ഖുർആൻ മുഴുവനായി ഒറ്റയടിക്ക് തീർന്നിട്ടില്ല. 23 വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ച് തീരുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് ആദ്യത്തെ വർഷങ്ങളിൽ മുസ്ഹഫ് ഉണ്ടാക്കാൻ സാധിക്കുക? ചിന്തിച്ച് നോക്കൂ സഹോദരങ്ങളെ. പിന്നീട് എന്ത് ചെയ്യണം? അവർ അന്ന് തന്നെ പല രൂപത്തിൽ രീതിയിൽ എഴുതിയ ആളുകളുണ്ടായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം സ്വഹാബികൾ ഹുഫാദുകളായ ആളുകളൊക്കെ കൊല്ലപ്പെടാനും മരണപ്പെടാനൊക്കെ തുടങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബികൾ, ഖുലഫാ റാഷിദീങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഫുഖഹാക്കളൊക്കെ ഒരുമിച്ച് ചേർത്തിയിട്ട് അവർ തീരുമാനിച്ച കാര്യമാണ്. കാരണം ഒരുപാട് ആളുകൾ വഫാത്തായി പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഭയം ഉണ്ടായി, ഇനിയിപ്പോൾ മൊത്തം മുസ്ഹഫ് ഖുർആൻ ഇല്ലാതായി പോകുമോ, അതായത് ആളുകൾക്കിടയിൽ മറന്നു പോകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ അവരെല്ലാം തീരുമാനിച്ചിട്ടാണ് മുസ്ഹഫ് ഉണ്ടാക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഷാത്തിബി റഹിമഹുള്ള ഈ മുസ്ഹഫിൻ്റെ കാര്യവും അതേപോലെ ഈ സാബിയെ പോലുള്ള ആളുകളൊക്കെ ഉന്നയിച്ചുവിടുന്ന കിതാബുകളുടെ കാര്യമൊക്കെ അദ്ദേഹം ഈ എണ്ണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതോ ഗ്രന്ഥരചനകളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് കാര്യങ്ങൾ ഹിഫ്ലാക്കുന്നവരാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇൽമ അവിടെ ഭദ്രമാണ്, ഇൽമിൻ്റെ ഹിഫ്ൽ അവിടെ ഭദ്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലുണ്ടാകും എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം അവർക്കിടയിൽ ഉണ്ടായാൽ. എന്നാൽ പിൽക്കാലത്ത് അങ്ങനെയല്ല. ഇൽമിൻ്റെ ഹിഫ്ലിൻ്റെ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്. ഈ ദീനിൻ്റെ ഉസൂലുകൾക്കൊന്നും എതിരായിട്ടുള്ള കാര്യമല്ല. ദീനിനോട് എതിരാകുന്ന ഒരു കാര്യവും സഹോദരങ്ങളെ അതിലില്ല. അപ്പം അതേപോലെ തന്നെ മൈക്ക്, സ്പീക്കറുകൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ല, നമ്മൾ മസ്ജിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള മസ്ജിദ് പോലെയുള്ള കാര്യമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതുണ്ടാകാത്തത്? അല്ല, ഈ പറയുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് കൂടുതൽ ദീൻ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. ബാങ്ക് വിളിക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ സ്പീക്കറൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലേ? ആളുകൾക്ക് ഹൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു മുക്തള ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവർക്കിത് ആവശ്യമാണ്. പക്ഷേ അതിനൊരു മാന്യമുണ്ട്. എന്താണ്? അങ്ങനെയുള്ള ടെക്നോളജികൾ അന്ന് ഇറങ്ങിയിട്ടില്ല. അത്തരത്തിലുള്ള ടെക്നോളജികൾ അന്ന് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ അവിടെ ഇതുണ്ടായിട്ടില്ല. പിന്നീട് നോക്കൂ സഹോദരങ്ങൾ, അതിൻ്റെ ആവശ്യാനുസൃതം സ്വഹാബികൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മെമ്പർ പോലും
ഏതൊരു മെമ്പറിൽ നിന്നാണോ അവിടുന്ന് ബിദഅത്തുകളെതിരെ ശക്തമായി അവിടുന്ന് സംസാരിച്ചിട്ടുള്ളത്, ആ മെമ്പർ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഈന്തം പോലെ തടിയായിരുന്നു, പിന്നീട് മറ്റു മെമ്പറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുന്നുണ്ട്. സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് അത് പുതുക്കി പണിഞ്ഞത് പല രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്, ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തി. ഇത് ബിദഅത്താണെന്ന് ആരെങ്കിലും പറയുമോ? ഇതിങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് നബിദിനം കഴിക്കാം, റാത്തീബ് കഴിക്കാം, എനിക്ക് തോന്നിയതുപോലെ ദീനിൽ ഒരു അമലുകൾ ചെയ്യാം എന്നാരെങ്കിലും പറയുമോ? എങ്കിൽ എന്തു ബിദഅത്താണ് സഹോദരങ്ങളെ ദുനിയാവിൽ ഉണ്ടാവുക? അല്ലേ? ബിദഅത്തുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? നിങ്ങളിപ്പോൾ ഈ പറയുന്ന സമസ്തയുടെ വക്താവാണല്ലോ സാബിയെ പോലുള്ള ആളുകളൊക്കെ, അവരല്ലാത്ത മുഴുവൻ ആളുകളൊക്കെ പുത്തൻവാദികളാണ്, ബിദഅത്തുകാരാണെന്ന് പറയുന്നുണ്ടല്ലോ. അതിന് നിങ്ങൾക്കുള്ള മാനദണ്ഡം എന്താണ്? അപ്പോൾ എപ്പോഴാണ് നിങ്ങളൊരു കാര്യം ബിദഅത്താണെന്ന് പറയുക? നിങ്ങളുടെ സംഘത്തിനെതിരെ, സംഘടനയ്ക്കെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ, നിങ്ങളുടെ ശിർക്ക് ബിദഅത്തുകൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരൊക്കെ ബിദഅത്തുകാർ എന്നതാണോ നിങ്ങളുടെ രീതി? അല്ലേ? അങ്ങനെയാണ്. ബിദഅത്തുകൾക്കെതിരെ സംസാരിക്കുന്നവരെയാണ് ഇവർക്ക് ബിദഅത്തുകാരായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുക. ഈ പറയുന്ന ആളുകളോട് നമ്മൾ വളരെ ഗുണകാംക്ഷയോടുകൂടി എങ്കിൽ നിങ്ങളൊരു ബിദഅത്ത് പറയും, എങ്ങനെയാണ് ഒരു ദീനിലൊരു ബിദഅത്ത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ബിദഅത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് പറയാൻ പറ്റൂല. കാരണം ഇവർ പറഞ്ഞതിന് സമാനമായത് അവരുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ അതും തള്ളേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവരാകെ അങ്കലാപ്പിലാവും. അപ്പോൾ ഇവർക്ക് ആകെയുള്ള ഉത്തരം ഈ ബിദഅത്തുകൾ എതിർക്കുന്ന ആളുകളാണ് ബിദഅത്തുകാർ, അവരാണ് പുത്തൻവാദികളെന്നാണ്. ന്യായവും നീതിയൊന്നുമില്ല. ബിദഅത്തുകൾ എതിർക്കുന്നവരൊക്കെ ബിദഅത്തുകാർ. കാരണം ഇവരങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. സുന്നത്തില്ലെങ്കിൽ ഞാൻ സുന്നിയാണ് എന്ന് പറയും. അതേപോലെ ബിദഅത്തിനെ എതിർക്കുന്ന ആളുകളെ, പുത്തൻവാദത്തെ എതിർക്കുന്ന ആളുകൾ അവരാണ് പുത്തൻവാദികൾ എന്ന് പറയുന്ന രീതിയാണ് ഇവരിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരം ദീനിനെതിരാകാത്തതായ രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ, അത് മുസ്ഹഫ് ക്രോഡീകരിക്കുന്നതാകട്ടെ, എൽമിൻ്റെ മജ്ലിസുകളാകട്ടെ, മദ്രസകളാകട്ടെ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതാണെങ്കിൽ, അവിടുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവിടുന്ന് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ട് പക്ഷെ ചെയ്യാനുള്ള അവസരങ്ങളില്ലെങ്കിൽ അത് പിന്നീട് ഓരോ കാലഘട്ടത്തിൽ ചെയ്തു വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം ആവശ്യമില്ലെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്തിട്ടില്ല, അത് ചെയ്തിട്ടില്ല. അപ്പോൾ ആ രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ സന്ദേഹങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് ദീനിൻ്റെ അടിസ്ഥാനങ്ങളെ പൊളിച്ചു കളയുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഇത്തരത്തിൽ ചില ആളുകൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് സംസാരിച്ചു പോകുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഈ പറയുന്ന മറുപടികളൊന്നും തന്നെ ആരെങ്കിലുമൊക്കെ പ്രത്യേകമായി ഉന്നം വെച്ച് അപകീർത്തിപ്പെടുത്താനോ ഒന്നുമല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വളരെ കൃത്യമായി പ്രസ്താവിക്കപ്പെട്ട ഒരു കാര്യത്തിനെതിരെ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകൾ അങ്കലാപ്പിലാക്കുന്ന പരിപാടിയുമായി ചില ആളുകൾ വന്നപ്പോൾ അതിന് നസീഹത്തോടു കൂടി മറുപടി പറയാം എന്ന ഉദ്ദേശം മാത്രമാണ് ഇതിനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ദീൻ്റെ ഇബാദത്തുകൾ ചിട്ടപ്പെടുത്തുക. ഇങ്ങനെ ബിദഅത്തുകളുള്ള ഇബാദത്തുകളുമായിട്ടാണ് നാളെ റബ്ബിൻ്റെ അടുക്കലേക്ക് നമ്മൾ എത്തുന്നതെങ്കിൽ ഫഹു റദ്ദുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതിയിൽ നമ്മൾ അതിനെ കാണേണ്ടി വരും. അതെല്ലാം തള്ളപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം കാരണത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവ് കാരണത്താൽ നിങ്ങൾ ഈ ചെയ്യുന്ന അവിടുന്ന് കൽപ്പിക്കാത്തതായ, അവിടുന്ന് ഇഷ്ടപ്പെടാത്തതായ ബിദഅത്തിൻ്റെ മാർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചാൽ അതൊന്നും നാളെ ഉപകരിക്കുകയില്ല എന്ന കാര്യം നിങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.